എന്തായിരിക്കും കേരളത്തിലെ പിള്ളേരെല്ലാം മാറി ചിന്തിക്കാത്തത്? എല്ലാവരും +2 കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ MBBS അല്ലെങ്കിൽ BTech, ഇതിലേതിലും ഒരു കോഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പം അതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയുന്ന പോലെ ആയിരിക്കും ചിലവർ പഠിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ BTech എടുക്കും, അല്ലെങ്കിൽ നേഴ്സിംഗ് എടുക്കും, MBBS എടുക്കും. അങ്ങനെയുള്ള മെയിൻ കുറച്ചുകൂടെ പാടുള്ള സബ്ജക്റ്റാണ് ഈ BTechഉം മെഡിക്കലും. ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തു വരുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ എടുത്തു വരുന്നത് BTechഉം മെഡിക്കലുമാണ് കൂടുതൽ വരും. പിന്നെ കുറേ പോളിക്ക് പോകും, ഡിഗ്രി പോകും, അതൊക്കെ നോർമൽ വേറെ BCom അങ്ങനെ വേറെ കുറേ പോകും. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ ആരും മാറി ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴി കൂടെ തന്നെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം BTech പഠിക്കാൻ പോകുന്നു, അപ്പം അതുപോലെ അച്ഛൻ BTech പഠിക്കാൻ പോയി, മോനും BTech പഠിക്കാൻ പോയി, അവരുടെ മോനും BTech പഠിക്കാൻ പോയി. ആ ഒരു ചെയിൻ മാത്രം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും എല്ലാവരും. ആരും അങ്ങോട്ട് മാറി ചിന്തിക്കുന്നില്ല, മാറി പഠിക്കണം അല്ലെങ്കിൽ മാറി എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കണം എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല നോർമലി. അത് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ ഇഷ്ടം എന്ന് ആദ്യമേ നിങ്ങൾ നോക്കുക. എന്ന് വെച്ചാൽ ചിലവരുടെ കഴിവായിരിക്കും, എന്തെങ്കിലും ഡാൻസോ പാട്ടോ പിന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കാണുമല്ലോ. എന്തെങ്കിലും ഒരാൾക്ക് കഴിവില്ലാത്ത ആരും അങ്ങനെ കാണത്തില്ല. എന്തെങ്കിലും ഒരു കഴിവ്, പടം വരയ്ക്കാനേ കഴിവ് കാണും, പാട്ട് പാടാനുള്ള കഴിവ് കാണും, അതുപോലെ തന്നെ അങ്ങനെ വ്ലോഗ് എടുക്കാനുള്ള കഴിവ് കാണും. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവും അതിൻ്റെ പഠിക്കുന്ന ഒരു എബിലിറ്റിയും നമ്മൾ തലയിൽ. ചിലവർക്ക് പെട്ടെന്ന് പഠിക്കുമ്പം വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ തല കയറും. ചിലവർക്കോ വായിച്ച് കുറേ വട്ടം വായിച്ചാൽ ചിലർക്ക് തല കയറത്തോളും. ഇതാണ് കാര്യം. ആൾക്കാർ മാറി ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നോർമലി പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയത്തില്ല. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് മെയിനായിട്ട് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ഔട്ട് ആക്കുമോ? പഠിച്ചു കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ഔട്ട് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് BTech ഇപ്പോൾ 3rd ഇയറോ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ വെച്ചാൽ ഡ്രോപ്പ് ഔട്ട് ആക്കുക. പറ്റൂല്ലെങ്കിൽ പറ്റൂല, അല്ലെങ്കിൽ ഇറങ്ങി വരിക, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അടുത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് പഠിക്കുക. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു ഐഡിയ എന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ എനിക്കറിയാം ഇത് ഡ്രോപ്പ് ഔട്ട് ആക്കിയാൽ ശരിയാവത്തില്ല. പഠിച്ചു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ കാണും. എല്ലാവർക്കും ഒരു പ്ലാൻ കാണും. മെയിനായിട്ട് ഇപ്പം കളിച്ചും ചിരിച്ചൊക്കെ പോകും. മെയിനായിട്ട് ഒരു +1 +2 ഒക്കെ നോർമലി കുറച്ചുകൂടെ ടഫ് എന്നല്ല, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും. എന്ന് വെച്ചാൽ 10ൻ്റെ സർട്ടിഫിക്കറ്റ് ആയാലും +2ൻ്റെ സർട്ടിഫിക്കറ്റ് ആയാലും നോർമലി എന്ത് പഠിച്ചാലും അതിൽ എന്തെങ്കിലും ഒരു തോൽവിയോ എന്തെങ്കിലും ജയമോ എന്തെങ്കിലും കാണും. അത് നമ്മുടെ എബിലിറ്റി പോലെ ഇരിക്കും. അല്ലാതെ ഇപ്പം 10 ഇപ്പോൾ എല്ലാവരും പാരൻസൊക്കെ ഭയങ്കര പ്രഷർ ചെയ്യും. എടാ 10 നല്ല ഫുൾ A+ വേണം, അല്ലെങ്കിൽ നാണക്കേടാ നാട്ടുകാർ മറ്റേത് പറയും മറിച്ചത് പറയും എന്നൊക്കെ നിങ്ങളോട് പറയാറുണ്ട്. മിക്കവാറും സമൂഹത്തിൽ നടക്കുന്ന കാര്യം തന്നെ. കുറേ തെണ്ടുകളൊക്കെ വന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിക്കും, എടാ മാർക്കുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം പണ്ടുള്ള ആൾക്കാർ അങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഈ 10ലെ റിസൾട്ടും +2 റിസൾട്ടും എല്ലാം ചോദിക്കുകയും എടാ പൊട്ടിയോ എക്സാമുമല്ലോ, എന്തെങ്കിലും ജയിച്ചോ പാസ്സായോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. പക്ഷേ ഇതിലൊന്നും കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ നോർമലി ജസ്റ്റ് ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയതിൻ്റെ ഒരു റിസൾട്ടാണ്. അത് നമുക്ക് +1 അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും അത് ഉപകാരപ്പെടുക. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ അതിൽ അടുത്ത ഒരു എഡ്യൂക്കേഷൻ എന്താണ് പ്രൊഫഷണലായിട്ടുള്ള എന്തുവാ ചെയ്യേണ്ടത്, അടുത്ത +1 കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് എന്തിനാ വേണ്ടത്, അതിന് വേണ്ടി മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റും 10ലെ സർട്ടിഫിക്കറ്റും +2ലെ സർട്ടിഫിക്കറ്റും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആ ഒരു ഇതിന് വേണ്ടി മാത്രമാണ്. ഇതൊക്കെ കഴിഞ്ഞാലോ ഇതിന് പഠിക്കുന്നത് എന്തൊക്കെയാ? സൈൻ തീറ്റ, കോസ് തീറ്റ, മറിച്ച തീറ്റ, പട്ടി തീറ്റ, ആ സംഭവമൊക്കെ പഠിക്കുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ കുറേ പേരുടെ ചോദിച്ചിട്ടുണ്ട്, ആർക്കും ഒരു ഗുണമില്ല. അവർ ഈ 10ലും +2ലും പഠിച്ച ഒരു കാര്യവും ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം എഡ്യൂക്കേഷൻ അവിടുന്ന് ചിലവർ മാറിപ്പോകത്തില്ല. അങ്ങനെ മാറിപ്പോയവർ ചിലവർ രക്ഷപ്പെടുമെന്ന്, ചിലവ് മാറിപ്പോകാത്തവരോ ഇപ്പോൾ ഈ സൈൻ തീറ്റ കോസ് തീറ്റ ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അതിലൊരു ഉപകാരവും ഇല്ല, എവിടെ പഠിക്കാനും ഇല്ല. ഇത് സത്യം പറഞ്ഞാൽ ലൈഫിൽ ഈ ഇപ്പം പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ 10ലും +2ലും, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മതി. ഈ ചുമ്മാ പഠിപ്പിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊന്നും ആവശ്യമില്ല നോർമലി. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സൈൻ തീറ്റ കോസ് തീറ്റ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ല, എല്ലാവരും പറയുക. ഇപ്പം ഞാനും ആലോചിക്കുന്നത് അത്രയും നാൾ സൈൻ തീറ്റ പഠിച്ചുകൊണ്ട് വരണം, കോസ് തീറ്റ പഠിച്ചുകൊണ്ട് വരണം. പഠിച്ചില്ലെങ്കിലോ ബെഞ്ച് കയറ്റി അടിയാ. ഇവിടെ സ്കൂളിലായാലും ട്യൂട്ടോറിയലായാലും അടിയാ.
എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങൾ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ നല്ല നല്ല കോഴ്സ് എന്തെങ്കിലും ഒരു മെഡിക്കൽ ആയാലോ ബിടെക് ആയാലോ മാറി ചിന്തിക്കുക. നോർമലി എല്ലാവരും വിചാരിക്കും അത് എടുത്താൽ നല്ല ജോബ് കിട്ടും എന്നൊക്കെയാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അതെല്ലാം പറയുന്നത് നിങ്ങൾ എന്തെടുത്താലും അത് തീർക്കാൻ നോക്കുക. ജസ്റ്റ് ഡ്രോപ്പ് ഔട്ട് ആക്കി എവിടെ പോകാതിരിക്കുക. ഡ്രോപ്പ് ഔട്ട് ആക്കി പോയിരിക്കുന്ന മുന്നേ തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഇന്നത്തെ ഏതെടുക്കണം, മറ്റേ എടുക്കണോ, ഇതെടുക്കണോ, വീട്ടുകാർ പറയുന്നത് എടുക്കണോ, ഫ്രണ്ട്സ് പറയുന്നത് എടുക്കണോ, അല്ല നിങ്ങളുടെ ഒരു ഇത് വെച്ച് നിങ്ങൾ എടുക്കുക. അതാണ് ഫ്യൂച്ചറിൽ ഒരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും. എന്തെങ്കിലും അല്ല, ഉറപ്പായിട്ട് ബെനിഫിറ്റ് കിട്ടും. ഉറപ്പായിട്ട് രക്ഷപ്പെടും എന്ന് പറയണം. അതാണ്. അല്ലാതെ മറ്റവർ പറയുന്നത് കേട്ട് നമ്മൾ എടുക്കരുത്, ഉറപ്പായിട്ട് എടുക്കരുത്. പെട്ടുപോകുന്ന വെച്ചാൽ പെട്ടുപോകും. ലാസ്റ്റ് ഊമ്പി തെറ്റി വീട്ടിൽ ഇരിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. ചിലവരുടെ അവസ്ഥ എനിക്ക് അറിയുന്നുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ്. ഇനി സർട്ടിഫിക്കറ്റും ഈ റിസൾട്ടും ഒന്നും വലിയ കാര്യമൊന്നുമല്ല. എന്നുവെച്ചാൽ ജസ്റ്റ് ഒരു പേപ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ജോലിയൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് ഷോക്കേസ് എടുത്ത് വെക്കും. +10 റിസൾട്ട് ഉണ്ടെന്നും +9 റിസൾട്ട് ഉണ്ടെന്നൊക്കെ ഷോക്കേസ് എടുത്ത് വെക്കും. വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ജസ്റ്റ് തിരക്കിയിട്ടും അന്വേഷിച്ചും ഓരോ കാര്യം തിരക്കിയിട്ട് പോവാം. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഊമ്പി തെറ്റി വീട്ടിൽ ഇരിക്കേണ്ടതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നല്ല കോളേജ് സെലക്ട് ചെയ്യുക. +2 കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ 10 കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ +1 ഏത് എടുക്കണം, സയൻസ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായം. സയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് 10 കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുടെ ഭാവി നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള തോന്നൽ ഉണ്ടാവണം എപ്പോഴും. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Bye bye.